എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ സൺഡേ ആണ് കേട്ടോ. സൺഡേ ആയിട്ട് ഇന്നലെ ഞാനിവരെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നതാണ്, കൊച്ചിയിലേക്ക് വന്നതാണ്. അതെ, അപ്പോൾ നമ്മളിന്നിങ്ങനെ കറങ്ങാനായിട്ട് ഇറങ്ങിയേക്കാണ്. ഞങ്ങളിന്ന് പോണത് മലയാറ്റൂരാണ്. അപ്പോൾ പിന്നെ അവിടെ കയാക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടു. അപ്പോൾ ഒന്ന് പോയി നോക്കാം അല്ലേ കുട്ടു? അപ്പം കുട്ടു അതിരപ്പള്ളിയിൽ നമ്മളൊരു പുതിയൊരു സംരംഭം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കുറച്ച് റൈലൊക്കെ ഐ ലവ് അതിരപ്പള്ളി അല്ലേ. അപ്പൊ അവിടെയൊന്നും ഞങ്ങൾ കയറിയിട്ടില്ല. ജസ്റ്റ് അവിടേക്കൊക്കെ ഒന്ന് ഞങ്ങൾ പോകാനുള്ള പ്ലാനിങ്ങിൽ ഇറങ്ങിയതാണ് അല്ലേ കുട്ടോ? പൊളിക്കും. അപ്പൊ അതെ, അപ്പനും മോളും അവിടെ, അപ്പം വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു, മോൾ ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. ഹലോ കുയ് മാഡം. ഹലോ ഹലോ ഹലോ. അതെ, ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇക്കോ ടൂറിസം കപ്രിക്കാടാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വന്നതാണ്. എന്തൊക്കെയാണെന്ന് സസ്പെൻസ് ആണ്. നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ പാസ് എടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ഇത് ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേവി കമ്മിറ്റി വേഗം പോകും കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. എവിടെയാണ് പാസ് എടുക്കാൻ പോകുന്നത് കേട്ടോ. വിജയിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ബസ്. അതാ ഇവിടെ ഇവിടെ. അപ്പോൾ ഞങ്ങളിത് ടിക്കറ്റൊക്കെ എടുത്തു. എൻ്റെ അതിനകത്തോട്ട് കയറി നടന്നു പോവാണ്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഇവർ നടക്കണു, ഞാൻ പുറകെ നടക്കണു. ഏകദേശം തുമ്പുർമുഴിയുടെയൊക്കെ ഒരു ഇതുണ്ടല്ലേ. തുമ്പുർമുഴിയില്ലേ നമ്മുടെ, അതേപോലെയൊക്കെ ഉണ്ട് കേട്ടോ. അത് എന്താ പറയുക, നല്ല തണുപ്പ്, പച്ചപ്പ് നിറച്ച സ്ഥലപ്പേര് മറക്കണ്ട, കപ്രിക്കോട്. ഇവിടെ കയറുന്നതിന് പാർക്കിംഗ് ഫീസ് 50 രൂപ ഒരു കാറിന്. പിന്നെ മുതിർന്നവർക്ക് 50, കുട്ടികൾക്ക് 20. അങ്ങനെയാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് ടൈം. നമുക്കിവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാം. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. തിങ്കളാഴ്ച മുടക്കാണ് ഇവിടെ. കുറച്ച് ദൂരം നടക്കാനുണ്ടെന്ന് തോന്നുന്നു. അതെ, ഫുൾ വനത്തിൻ്റെ ഒരു ഏരിയ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ ഇവിടെ. ഹായ് എല്ലാവരും, നിങ്ങൾ നോക്കി ബഡീസ്. ആനത്താവളം മാൻ പാർക്ക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അയ്യോ, ആനപ്പിണ്ടം ഗേസ്, ആനപ്പിണ്ടം ഗേസ്, ആനപ്പിണ്ടം ഗേസ്, ഗേസ് ആനപ്പിണ്ടം. ഇതാണ് മാൻ പാർക്ക്. ഇതേ ആനപ്പിണ്ടം. ഇതിലറിയാതെ ചവിട്ടിയാൽ മുടി വളരുന്നതായിരുന്നു. ഞാൻ അറിയാവുന്ന ചവിട്ടണമായിരുന്നു, പക്ഷെ ഞാൻ കണ്ടുപോയി ഗേസ്. മാൻ പാർക്ക്. അതാ മാൻ പാർക്കിലെത്തിയിരിക്കുന്നു. ഇത് മ്ലാവാണ് കേട്ടോ. മ്ലാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ കൊമ്പുള്ള സൈസ് വലിയ മ്ലാവ് ഇത് അവിടെ നിൽക്കുന്നുണ്ട് കണ്ടോ. മ്ലാവേ കുയ്. ഇവിടെയാണ് മാൻ കേട്ടോ. അതാ കാണുന്നതാണ് മാൻ. കുഞ്ഞുങ്ങളടക്കം എല്ലാവരും ഉണ്ട്, ഫാമിലി ഫുള്ളുണ്ട്. ഉണ്ടോ, ഇഷ്ടംപോലെ മാനുണ്ട്. ഇവിടെയും മ്ലാവാണ് കേട്ടോ ഉള്ളത്. ഇവിടെ കുറേ ഉണ്ട് മ്ലാവ്. എല്ലാവരും റെസ്റ്റ് എടുക്കും. ഞങ്ങളിതേ മാൻകൂട്ടങ്ങളെ കണ്ടു. ഇനി ഞങ്ങൾ പോകുന്നത് ആനയെ കാണാൻ വേണ്ടിയാണ്. എലിഫൻറ്റ് പാർക്ക് കേട്ടോ. ഇവിടെ നല്ല രസമാണ് നടക്കാനൊക്കെ കേട്ടോ. നല്ല തണലാണ്, നല്ല പച്ചപ്പ് നിറഞ്ഞ മരങ്ങളൊക്കെ ആയിട്ട്. വന്നിട്ടുള്ളവർ കമൻറ്റ് ഇടണേ സ്ഥലത്തെ. ഇദ്ദേഹത്തിന് അത്ര പിടിച്ചിട്ടില്ല. ഇദ്ദേഹം എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിക്കാണ് നടക്കുന്നത്. അപ്പോൾ അതെ, നമ്മൾ എലിഫൻറ്റ് എൻട്രി എത്തിയിരിക്കുകയാണ് ഗേസ്. നമ്മളിനി എലിഫൻറ്റിനെ കാണാൻ വേണ്ടി പോവുകയാണ്. എലിഫൻറ്റ് പാർക്ക്. എലിഫൻറ്റിൻ്റെ ഒരു മണമൊക്കെ, ആനപ്പട്ടത്തിൻ്റെ മണം. പക്ഷെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഗൈസ്. നടക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം വരിക. കുട്ടു എങ്ങനെയുണ്ട് കുട്ടു? ഇഷ്ടപ്പെട്ടോ? എല്ലാവരും അറിയുന്ന ആൾക്കാരാണോ നിനക്ക്? അവനെ അറിയുന്ന ആൾക്കാരാണ്. ഇവർ ആരണ്ടൊക്കെ ഇവിടെ വന്നപ്പോൾ കൈയൊക്കെ പൊക്കി കാണിച്ചു. അവൻ ഹായ് ബ്രോ, ഹായ് ഡ്യൂഡ് എന്നൊക്കെ പറഞ്ഞു കേട്ട്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. കുട്ടു
ഇവൻ എന്താ അറിയുന്ന ആൾക്കാരാന്ന് പറഞ്ഞെന്നറിയോ? ഞങ്ങളുടെ വീട് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ വീട് അവിടെ അതിരപ്പള്ളി റൂട്ട് ആയതുകൊണ്ട് വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ആനയൊക്കെ എല്ലാ ദിവസവും രാത്രി വരുന്നതാണ് അവൻ. അതാ അവൻ പറഞ്ഞു ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ഇവിടെ വന്നിട്ട് ഇവരോട് ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അവൻ. നിങ്ങളുടെ കുടുംബക്കാരാ അവിടെ രാത്രി ഞങ്ങളെ ശല്യപ്പെടുത്തുന്നതെന്ന്. അതാണ് അവൻ അറിയുന്ന ആൾക്കാരെന്ന് പറഞ്ഞത്. ആനത്താവളം എത്തി. അതെന്തൊക്കെയോ ബഹളം കേൾക്കുന്നുണ്ട് കേട്ടോ. അതേ നിൽക്കണു ആന. നിൽക്കണു ആന. ഇതാണ് നമ്മുടെ ആന ഗെയ്സ്. ആന ഇവിടെ നമ്മുടെ ആനയുടെ പേരും ഡീറ്റെയിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. സുനിത 52 വയസ്സ്, ആശ 20 വയസ്സ്, പാർവതി 18 വയസ്സ്, അഞ്ചന 19 വയസ്സ്, ഹരിപ്രസാദ്, ചന്ദ്രു, അഭിമന്യു. വെരി ഗുഡ്, നല്ല പേര്. പാർവതിയാണ് ഏറ്റവും ചെറുപ്പക്കാരി. അപ്പം നമുക്ക് പാർവതിയെ കാണാൻ പോവാം. ആനയുടെ വയസ്സും പ്രായവും പേരും ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒരാൾ ഭയങ്കര ഡാൻസൊക്കെയാണ് കേട്ടോ. കരിങ്കാളിയല്ലേ എന്നുള്ള ഡാൻസൊക്കെ ഒരാൾ കളിക്കുന്നത്. ഡാൻസൊക്കെയാണ് കളി. ഞാനല്ലേ പാർവതി. എല്ലാവർക്കും ഓരോരോ വീടും കാര്യങ്ങളൊക്കെയാണ്. ഡാൻസൊക്കെ അഭിമന്യുവാണ്. ഇവനാണ് ഇതിനകത്ത് ആണ് തരിയുള്ളത്. ജാടയൊക്കെ എടുത്തിട്ടാണ് നിൽക്കുന്നത്. ഭയങ്കര ജാടയാണ്. കുമ്പകേട്ടി ഇതേ താഴെ നിൽക്കുന്നു പറഞ്ഞത് അതായിക്കത്. 2 കൊമ്പരാനുണ്ടെന്ന് തോന്നുന്നു. അതാ ഒരെണ്ണം താഴെ അവിടെ നിൽപ്പുണ്ട്. ഹരിപ്രസാദ് അതേ അവിടെ നിൽക്കുന്നു. ഒളിഞ്ഞിക്കണം അവിടെ. അല്ല ഇതെന്താ ഇങ്ങനെ അനങ്ങാൻ നിൽക്കണേ? യോഗ ചെയ്യുക. കുറെ നേരം. ഇത് പ്രതിമയാണോ? അല്ല അനങ്ങണ്ട്. കട്ട കളിപ്പിലാന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങൾ ആനേനെയൊക്കെ കണ്ടിട്ട് ഇറങ്ങിയിട്ടോ. ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. എല്ലാവർക്കും അത്ര വലിയ പിടിച്ചില്ലെന്നാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവർ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഈ ആനേനെയൊക്കെ അല്ലേ? ഇന്ന് കാണാനുണ്ട് ആനേനെയും മാനിനെയൊക്കെ. അതെ, കുഴപ്പമില്ല. രസമുണ്ട് അല്ലേ? അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ.